CPI അങ്ങനെ കച്ച മുറുക്കി ഇറങ്ങുകയാണ്. MR അജിത് കുമാറിന്റെ തൊപ്പി തെറിപ്പിക്കുകയാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത് സുരേഷ് ഗോപിയെ കോടതി കയറ്റുക. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യമെങ്കിലും സാധ്യമായാൽ തന്നെ CPIക്ക് ഏറെ അഭിമാനിക്കാൻ പറ്റും. കാരണം ഇടതുമുന്നണിയിലെ ഒരു ചോട്ടാ പാർട്ടിയാണ്, വലിയേട്ടൻ്റെ താഴെ നിഴലിൽ നിൽക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെയാണ് CPIയെ കുറിച്ചുള്ള ആക്ഷേപം. എന്നാൽ CPIയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിൽ അടിതെറ്റി വീണത് സുനിൽകുമാർ. അവർക്ക് സ്വാഭാവികമായും വേദനയുണ്ടാകും. കാരണം സുരേഷ് ഗോപിയുടെ ആംബുലൻസിലുള്ള വരവും പൂരം കലക്കാൻ MR അജിത് കുമാറിൻ്റെ ഇടപെടലും ഒക്കെ ആയപ്പോൾ ക്ഷീണിച്ചത് CPI ആണ്. ഇടതുമുന്നണി പൊതുവെ നാണം കെട്ടെങ്കിലും CPIക്കാണ് ക്ഷീണം കൂടുതൽ, അല്ലെങ്കിൽ പരിക്ക് കൂടുതലിട്ടത്. അതുകൊണ്ടാണ് ഇന്ന് ബിനോയ് വിശ്വം ഉറപ്പിച്ചു പറഞ്ഞത്, RSS ബാന്ധവമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും ഇത്രയും വലിയ സുപ്രധാനമായ പോസ്റ്റിലിരിക്കുന്നത് ഇടതുമുന്നണിയുടെ നയത്തിന് യോജിച്ചതല്ല, അയാളെ മാറ്റി നിർത്തണം എന്ന് തന്നെയാണ് CPIയുടെ അഭിപ്രായമെന്ന് ബിനോയ് വിശ്വം ഇന്ന് തുറന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ബിനോയ് വിശ്വവും അങ്ങനെ കടുപ്പിച്ച് പറയില്ല, നയപരമായ എന്തെങ്കിലും പറഞ്ഞു പോകുമെന്നല്ലാതെ ഈ പാർട്ടികൾ തമ്മിലുള്ള വൈര്യം വർദ്ധിപ്പിക്കാൻ ബിനോയ് വിശ്വം അങ്ങനെ ഒന്നും പറയുന്നതല്ല. പ്രകാശ് ബാബുവിനെ പോലെ അങ്ങനെ പറയുന്ന ആളല്ല. എങ്കിലും ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ ഉറപ്പിച്ചു തന്നെ പറയുന്നു, ഈ MR അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനമൊക്കെ വരാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ നിയമസഭയിൽ എന്തൊക്കെ കൊടുങ്കാറ്റാണ് ആഞ്ഞടിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. മുന്നണി ആകെ നാണം കെടും. പ്രത്യേകിച്ച് PV അൻവറിൻ്റെ ഇടപെടലുണ്ടാകും, KT ജലീൽ, മലബാർ മേഖലയിലെ കുറേ ആളുകൾ, പിന്നെ പ്രതിപക്ഷത്ത് കോൺഗ്രസിലെ ആളുകൾ, ഇവരുടെയൊക്കെ വിമർശനങ്ങൾ ഇടതുമുന്നണിക്ക് പൊതുവെ കേൾക്കേണ്ടി വരും. ഇവരുടെയൊക്കെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് MR അജിത് കുമാറിനെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നതാണ് ഉചിതമെന്നാണ് CPIയുടെ പക്ഷം. അതേ അവസരം തന്നെ CPIയുടെ തൃശ്ശൂർ മണ്ഡലം സെക്രട്ടറി KP സുമേഷ് ഒരു പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനം ഇതാണ്: അന്ന് പൂര ദിവസം തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സുരേഷ് ഗോപി വന്നത് അദ്ദേഹത്തിൻ്റെ കാറിലല്ല, അദ്ദേഹം അന്ന് സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം വന്നത് ഒരു സേവാഭാരതിയുടെ ആംബുലൻസിലാണ്. ആ സേവാഭാരതിക്ക് BJPയുടെ ഇലക്ഷൻ തന്ത്രങ്ങൾ മെനയുന്ന കമ്പനിയുമായി ബന്ധമുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാം, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ സുരേഷ് ഗോപി എങ്ങനെ ആംബുലൻസിൽ അവിടെ വരും? കാരണം സ്ഥലത്ത് ഉണ്ടായിരുന്ന മന്ത്രിമാർക്ക് പോലും അങ്ങോട്ടേക്ക് എത്താൻ കഴിയാതെ പോയി. മറ്റുള്ള ആളുകൾ, CPIയുടെ നേതാക്കൾ, അതുപോലെ മറ്റാളുകൾക്ക് ഒക്കെ അവിടെ എത്തുന്നതിന് വളരെ പ്രയാസം നേരിട്ടപ്പോഴാണ് സുരേഷ് ഗോപി വളരെ ഈസിയായി അവിടെ എത്തിയത്. സുരേഷ് ഗോപി എത്തുന്നത് എങ്ങനെ? ആംബുലൻസിൽ. കാലൊക്കെ മുടന്തി അഭിനയിച്ചൊക്കെയാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത്. ഇത് മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ച് ആംബുലൻസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ആംബുലൻസ് ഉപയോഗിക്കേണ്ടതും രോഗികളുടെ ട്രാൻസ്പോർട്ടേഷന് മാത്രമാണ്. അതിൽ ഒരു സാധാരണ പൗരൻ, ഒരു സാധാരണക്കാരൻ കയറി അയാളുടെ ലക്ഷ്യസ്ഥലത്തേക്ക് പോകാൻ പാടുള്ളതല്ല. അത് ചെയ്തത് തെറ്റാണ് എന്നാണ് CPIയുടെ വാദം. അങ്ങനെയാണ് ഇതിനെതിരെ നടപടി വേണം, സുരേഷ് ഗോപിക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുമേഷ് പരാതി കൊടുത്തിട്ടുള്ളത്. ഇതിൽ നടക്കാൻ സാധ്യത സുരേഷ് ഗോപിക്കെതിരെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ ഒരു യാത്രക്കാരൻ മാത്രമായിരുന്നു. അതിനകത്ത് ഒന്നുകിൽ ഈ വണ്ടിയുടെ RC റദ്ദാക്കാൻ പറ്റും, അതായത് രജിസ്ട്രേഷൻ റദ്ദാക്കാൻ പറ്റും കുറച്ച് നാളത്തേക്ക്. അങ്ങനെ എന്തെങ്കിലും ചെറിയ ശിക്ഷയായിരിക്കും വരുന്നതെങ്കിലും സുരേഷ് ഗോപിക്കെതിരെ CPI പരാതി നൽകിയിട്ടുണ്ട്. അത് വളരെ വലിയ കാര്യമായി തന്നെയാണ് CPI നേതാക്കൾ കാണുന്നത്, CPI അല്ലെങ്കിൽ ഇടതു മുന്നണിയിലുള്ള ആളുകൾ കാണുന്നത്. സുരേഷ് ഗോപിക്ക് എന്ത് സംഭവിക്കുമെന്നും MR അജിത് കുമാറിന് എന്ത് സംഭവിക്കുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും 2-3 ദിവസം കഴിഞ്ഞ ഉടനെ നിയമസഭാ സമ്മേളനമൊക്കെ വരികയാണ്. അതിനു മുമ്പേ പാപക്കറ എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ ആരോപണങ്ങളുടെ കറ കഴുകിക്കളയാൻ ഇടതുമുന്നണി നേതാക്കൾ തയ്യാറാകും. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ ഇക്കാര്യത്തിലൊക്കെ ജാഗ്രത പാലിക്കും എന്ന പ്രതീക്ഷയാണ് പൊതുവെ രാഷ്ട്രീയ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.